ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ മെൻറ്റോർ ജിംറോൺ പറഞ്ഞ ഒരു ലൈഫ് പ്രിൻസിപ്പിൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, എൻ്റെ മെൻറ്റോർ ജിംറോൺ പറഞ്ഞ പോലെ എവറി ഓഫൺ റിവ്യൂ യുവർ ലൈഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എവറി ഓഫൺ എന്ന് പറയുന്നത് നമ്മൾ എത്ര വർഷമാണ് എത്ര മാസങ്ങളാണൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാനൊരു കണക്ക് വെച്ചു, ഒരു 6 മാസം കൂടുമ്പോൾ എല്ലാ പ്രാവശ്യവും എൻ്റെ ലൈഫ് കഴിഞ്ഞ 6 മാസം എങ്ങനെയായിരുന്നു, എന്തൊക്കെ ഞാൻ ഡെവലപ്പ് ചെയ്യേണ്ടത് വന്ന്, എന്തൊക്കെ ഞാൻ ചെയ്തപ്പോൾ എനിക്ക് എന്തെല്ലാം കിട്ടി, അങ്ങനെയുള്ളൊരു നമ്മുടെ ലൈഫിനെ കുറിച്ച് ഒരു റിവ്യൂ ചെയ്യുന്നത് നമ്മൾ നല്ലതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എന്താണെന്നുള്ളതെല്ലാം നമ്മൾ എഴുതി വെക്കണം. ഓക്കെ, അതാണ് ജിംറോൺ പറഞ്ഞത്. അപ്പോൾ ഡോണ്ട് ട്രസ്റ്റ് യുവർ മെമ്മറി എന്നാണ് ജിംറോൺ അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എഴുതി വെച്ചപ്പോൾ ഞാനൊരു ചോദിച്ച ചോദ്യം എന്നോട് തന്നെ ചോദിച്ച ഒരു ചോദ്യമാണ്, എൻ്റെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള അതായത് ഏറ്റവും സന്തോഷകരമായുള്ള ഒരു ഡിസിഷൻ എന്തായിരുന്നു എന്നുള്ളത്. അപ്പോൾ അത് പറയണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു 10-11 വർഷങ്ങൾ പിന്നിലേക്ക് പോകണം. അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഡ്രമാറ്റിക് ആയിട്ട് പറയുകയാണെങ്കിൽ 2 പൊറോട്ടയും ഒരു സാമ്പാറും കഴിക്കാനുള്ള ശേഷി ഇല്ലാത്ത ടൈം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാണ്ടാവുമല്ലോ. അപ്പോൾ ആ സമയത്ത് കണ്ടൊരു ഡ്രീം, അതായത് ഞാൻ യൂറോപ്പിൽ വന്ന് പഠിക്കണം എന്നുള്ള ഒരു ഡ്രീം അന്ന് ഉണ്ടായതാണ് എനിക്ക് ഏറ്റവും സന്തോഷമായ ഒരു ഡിസിഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ സമയത്ത് ഒരു 10-20 ലക്ഷം രൂപ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ആ പൊറോട്ടയും സാമ്പാറും കഴിക്കേണ്ട കാര്യം പറഞ്ഞല്ലോ, ആ സമയത്ത് ഒരു 20-30 ലക്ഷം രൂപ നമ്മൾ പേ ചെയ്യാനുള്ള ഒരു ശേഷി നമുക്ക് എവിടുന്ന് ആണെന്നുള്ളത് പോലും നമുക്ക് അറിയണ്ടായിരുന്നില്ല. പക്ഷെ ഈ ഡ്രീം കീപ്പ് ഓൺ കമ്മിങ് ആയിരുന്നു. ആ സമയത്ത് നമുക്ക് രാത്രി ഉറക്കമില്ലാത്ത രാത്രികൾ ഉണ്ടായിരുന്നു. പെട്ടെന്ന് എണീറ്റ് സ്വപ്നങ്ങൾ കണ്ട് എണീറ്റ് ഇത് കണ്ടിട്ട് നമുക്ക് എന്താ പറയുക, ഈ അവിടെ പഠിക്കാൻ പോണതും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കണ്ട് നമ്മൾ എണീച്ച് പെട്ടെന്ന് ഉറക്കത്തിൽ നിന്നൊക്കെ എണീച്ച് പോകുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അതേപോലെ തന്നെ അപ്പം ഞാൻ കരുതി, ഞാൻ അന്നൊക്കെ ഒരുപാട് ഹോളിവുഡ്സ് മൂവീസൊക്കെ കാണാമായിരുന്നു ഇങ്ങനത്തെ. അപ്പോൾ അതായിരിക്കും ഇതിനെ മോട്ടിവേറ്റഡ് ആയിരുന്നു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ അല്ലാതെ നമ്മളിപ്പോൾ ഈ പഠിക്കാൻ വന്നത് മാത്രമല്ല, ഞാൻ പഠിക്കാൻ വരുന്ന കോളേജിൽ നമ്മൾ എന്താ പറയുക, നമ്മൾ അറിയപ്പെടുന്ന ഒരാളും കൂടി ആവണം അങ്ങനെയൊക്കെ ഒരു ചിന്ത. അപ്പം ഇത് മറ്റുള്ളവരൊക്കെ ഷെയർ ചെയ്യാൻ അന്ന് ഭയങ്കര ഒരു ഇതായിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, അത്രയും ഇതിൽ കിടക്കുന്ന ഒരാൾ 30 ലക്ഷമൊക്കെ പറയുന്ന പറഞ്ഞാൽ ഒരിക്കലും സാധ്യമില്ലാത്തൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ആ സംഭവം നമ്മൾ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാനുള്ളൊരു പേടി അന്ന് ഭയങ്കരമായിരുന്നു. പക്ഷേ കാലങ്ങൾക്ക് ശേഷം നോക്കി നോക്കും നമ്മൾ, ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഞാൻ എങ്ങനെ തന്നെ ആ പൈസ ഉണ്ടാക്കിയെന്ന് ഇപ്പോൾ പോലും എനിക്കറിയില്ല, ആ 30 ലക്ഷം രൂപ എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത്. അപ്പോൾ അങ്ങനെ പഠിക്കാൻ വന്നത് മാത്രമല്ല, ഞാനിവിടെ പഠിക്കാൻ വന്നത് യോങ് ഷോപ്പിംഗ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു. അപ്പോൾ അവിടുത്തെ ക്യാമ്പസ് C12 എന്ന് പറഞ്ഞ ഒരു കോളേജിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അവിടെ പഠിക്കാൻ വന്നിട്ട് ആ ടൈമിൽ 2016-18 ടൈമിൽ ഒരുപാട് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് അവിടെ വന്നിട്ടും അവർ എൻ്റെ ഒരു പ്രൊഫൈല് ഈ യോങ് ഷോപ്പിംഗ് യൂണിവേഴ്സിറ്റിയിൽ ഇട്ടത് വളരെ കാരണം അത് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളത്. കാരണം അത് ജസ്റ്റ് ഒരു ഡ്രീം ആയിരിക്കും എന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ. കാരണം ഞാനൊരു ആക്റ്റീവായിട്ടുള്ളൊരു കിഡായിരുന്നില്ല ആ സമയത്തൊക്കെ. ഇപ്പോൾ അവിടെ ആരുടെ പോലും ചോദിച്ചാലും അറിയാം, ഞാൻ അങ്ങനെ പുറത്തേക്ക് പോവാത്ത അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ഇതായിരുന്നു എനിക്ക്. കാരണം മറ്റുള്ളവരായിട്ട് മിങ്കിൾ ചെയ്യാനൊരു നാണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആ സമയത്ത് ഇങ്ങനത്തെ കോളേജിൽ നമ്മുടെ അവിടെ ഒരു അറിയപ്പെടുന്ന ഒരാളെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തന്നെ അറിയില്ലായിരുന്നത് എങ്ങനെ നടക്കുന്നുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ ഇത് കഴിഞ്ഞു വന്നപ്പോൾ, നമ്മുടെ ഇത്രയും കാലം നമ്മുടെ ഇത് കഴിഞ്ഞു വന്നപ്പോൾ നമ്മൾ കണ്ടില്ലേ, ഇത് എൻ്റെ പ്രൊഫൈല് ഇവിടുത്തെ ഒരു ഇൻ്റർനാഷണൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ അവരവിടെ പബ്ലിഷ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മൾ ലൈഫ് എപ്പോഴും പ്ലാൻ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഒരു ലൈഫ് പ്ലാൻ ചെയ്യുമ്പോൾ ഒരു ഫാദർ എന്ന നിലയിൽ, ഒരു മകൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് എന്ന നിലയിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ വേണ്ടത് എന്നുള്ളത്. അതായത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു 5 വർഷത്തേക്കുള്ള പ്ലാൻ എന്താണ്, അല്ലെങ്കിൽ 1 വർഷത്തേക്കുള്ള പ്ലാൻ എന്താണെന്ന് നമ്മൾ എഴുതി വെക്കുകയല്ലായിരുന്നു. ഓക്കെ, ചിലപ്പോൾ അത് പക്ഷേ അതിന് മുമ്പേ നടക്കും, ചിലപ്പോൾ അതിൻ്റെ ശേഷമായിരിക്കും നടക്കണ്ടായിരിക്കുക. എൻ്റെ കാര്യത്തിൽ പലപ്പോഴും ഞാൻ പ്ലാൻ ചെയ്തതിൻ്റെ ശേഷമായിരിക്കും എല്ലാ കാര്യവും നടക്കും. പക്ഷേ ഒരു പോയിന്റിൽ നമ്മൾ ആ കണ്ട ഡ്രീം നമ്മുടെ കയ്യിലേക്ക് വരും എന്നുള്ളത് വലിയൊരു എക്സാമ്പിളാണ് എൻ്റെ ലൈഫുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഉണ്ടായിരിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതുകൂടി ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ ഇതിൽ വലിയൊരു ഡ്രീമായിരുന്നു, അതായത് എൻ്റെ ഒരു വലിയൊരു ഗോളായിരുന്നു എൻ്റെ പാരൻസിനെ മേക്ക് മൈ പാരൻസ് റിയലി പ്രൗഡ് ഓഫ് മീന്ന്. അപ്പോൾ അത് എങ്ങനെയായിരിക്കും എന്ന് വെച്ചെങ്കിൽ അവർ വിചാരിച്ചതിനെക്കാട്ടിയും കൂടുതലായി നമ്മൾ ഹൈ ലെവലിൽ നമ്മൾ വളരണം എന്നുള്ള വളരെ ഒരു ആഗ്രഹമുള്ള കാര്യമായിരുന്നു എൻ്റെ ലൈഫിൽ. അപ്പോൾ ഈ അടുത്ത് നമ്മൾ അതിപ്പോൾ അവരോട് നമുക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല, നമ്മൾ അങ്ങനെ ഞാനിങ്ങനെ വലുതായി പോകും അങ്ങനെ പറയേണ്ട കാര്യമില്ല. പക്ഷേ
ഞാൻ പറഞ്ഞല്ലോ അവര് നമ്മുടെ അടുത്ത് പറയണം ഓക്കെ വി റിയലി പ്രൗഡ് ഓഫ് യു എന്ന് പറയുന്ന ആ സംഭവം ഉണ്ടല്ലോ, അത് കേൾക്കാൻ ഒരു വളരെ ആഗ്രഹമായിരുന്നു എനിക്ക്. ഇപ്പോൾ തീരെ പറഞ്ഞിട്ടില്ല എന്നല്ല പക്ഷേ നമ്മൾ ആ ഒരു വിചാരിച്ച നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു അപ്രീസിയേഷൻ ഉണ്ടല്ലോ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ അടുത്ത് ഇപ്പോൾ എനിക്ക് അവിടെ ഒരു മീറ്റിങ്ങിലും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഞാനത് എൻ്റെ അമ്മയായിട്ട് ഷെയർ ചെയ്യായിരുന്നു. നമ്മുടെ പല കമ്പനിയിൽ നിന്നുള്ള മെയിൻ അവർ ഇമ്പോർട്ടൻ്റ് ആൾക്കാർ വന്നവരാണ് ഞാനവിടെ പ്രസൻറ്റേഷൻ ചെയ്തതും അവർ ക്ലാപ്പ് ചെയ്തതും അവർക്ക് ക്വസ്റ്റ്യൻസ് അവർ ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്തതും ഇതെല്ലാം പറഞ്ഞപ്പോൾ അമ്മ പറയായിരുന്നു, ഞാൻ ഒരിക്കലും നീ ഇത്രയും ഈ ലെവലിലേക്ക് വരെ എത്തും എന്നുള്ളത് ഒരിക്കലും എൻ്റെ ലൈഫിൽ ഞാൻ വിചാരിച്ചിട്ടില്ല എന്നുള്ളത് പറഞ്ഞു. ആ ഒരു വാക്ക് കേട്ടത് എൻ്റെ ആ ദിവസം എത്രമാത്രം ഹാപ്പി ആയിരുന്നു അറിയോ. അപ്പോൾ ഇങ്ങനെയുള്ള പ്ലാനുകളൊക്കെ നിങ്ങൾക്ക് എന്താണ്? നിങ്ങളുടെ പാരൻസിനെ നിങ്ങൾ പ്രൗഡ് ആക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ ഹസ്ബൻഡിന് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിന്, നിങ്ങളുടെ മക്കൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത്. ഇതേപോലെ തന്നെയാണ് എൻ്റെ മകനുള്ളത്. അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് കിട്ടാത്ത എനിക്ക് ആഗ്രഹമുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതെൻ്റെ മകനെ അല്ലെങ്കിൽ മകൾക്ക് കിട്ടണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു, ഒരു ഗോളായിരുന്നു. അപ്പോൾ ഈ അടുത്ത് ഇതേപോലെ തന്നെ ടോവി പറഞ്ഞു ഐ എം റിയലി എൻജോയിങ് മൈ ലൈഫ് എന്നുള്ളത്. അപ്പോൾ കണ്ടോ, ഈ ഇങ്ങനെ ചെറിയ ഇതൊക്കെയാണ് നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ നമുക്ക് കൂടുതൽ എനർജി ഉള്ളത്. അപ്പോൾ ഇതിപ്പോൾ ഇത്രയും പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പല ആൾക്കാരും ഇവിടെ വന്നതിൽ നമ്മളെ വിളിക്കാറുണ്ട്. അതായത് നമുക്ക് എന്താ പറയുക, ബുദ്ധിമുട്ടാണ്, വിഷമാണ്, ഡ്രോപ്പ് ചെയ്യാണ്, എനിക്കൊന്നും പറ്റില്ല എന്നുള്ള. അപ്പോൾ അത് നമുക്ക് ഫ്രണ്ടിലേക്കുള്ളൊരു പാത്ത് കാണാത്തത് കൊണ്ടാണ് ആ സംഭവം ഉള്ളത്. ഇപ്പോൾ ഒന്നാലോചിക്കുക, ഈ ഒരു പൊസിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആയിരക്കണക്കിന് ആൾക്കാർ വെയിറ്റിംഗ് ആണ്. ഈവൻ വിസ റിജക്ഷൻ ആയ ഒരു ആൾക്കാരും ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വളരെ ലക്കിയാണ്. ഇവിടെയും വരെ എത്താൻ പറ്റിയത് തന്നെ വലിയൊരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് സ്റ്റാർട്ട് ചെയ്യുക. ആ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ലൈഫ് പ്ലാൻ ചെയ്യുക. എഗെയിൻ ഞാൻ പറയുന്നു, നിങ്ങൾ ഡോമിൽ ഇരിക്കരുത്. ഡെഫിനറ്റ്ലി അതിന് പുറത്ത് പോയി ഇതേപോലുള്ള സംഭവങ്ങൾ പ്ലാൻ ചെയ്യുക ലൈഫിലെ. ഞാൻ പറയുന്നു, ഒരു 1 പോയിന്റ് സം മിസ്റ്റീരിയസ് ഡേ അങ്ങനെ പറയാൻ വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആ ഡ്രീം അച്ചീവ് ചെയ്യുന്ന ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ ലൈഫ് പ്ലാൻ ചെയ്യുക, എഴുതി വയ്ക്കുക, എന്നിട്ട് വർക്ക് ഫോർ ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുവരെ ഗുഡ് ബൈ ഫ്രം റിൻ കുഞ്ഞു ലെക്സി ആൻഡ് ടോബി. ബൈ.